ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ അജ്മൽ അമീർ, യോഗി ബാബു ഒക്കെ ലീഡിങ് റോളിൽ വരുന്ന ഒരു സിനിമയാണ് അക്യൂസ്ഡ്. സോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എറർ സൗണ്ടൊക്കെ ഉണ്ടാകും, സോ ദയവായി ക്ഷമിക്കുക. അപ്പോൾ അക്യൂസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് പടം ഒരു ക്രൈം, ആക്ഷൻ, ത്രില്ലർ ജേണലിലൊക്കെ വരുന്ന ഒരു സിനിമയാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുനോക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അജ്മൽ അമീർ ഇപ്പോൾ നമ്മുടെ കേരളക്കരെ ആകെ, അല്ലെങ്കിൽ മോളിവുഡ് ആകെ വൈറലായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പടം റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പടത്തിനെ പറ്റിയിട്ട് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനവും പടത്തിലില്ല. പിന്നെ എനിക്ക് പടത്തിൽ അക്യൂസ്ഡായിട്ട് പ്ലേ ചെയ്ത വ്യക്തിയുടെ പെർഫോമൻസ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ തന്നെയാണ് കുറച്ച് ഫീൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ബ്ലാ 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 എന്ന് പറഞ്ഞ് പോകുന്ന പരിപാടിയാണ്. പിന്നെ പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഒരു വ്യക്തിയെ കൊന്നതിന് ശേഷം കോർട്ട് അയാളെ ശിക്ഷിക്കാം അക്യൂസ്ഡായിട്ട്. സോ അതെന്തിനു വേണ്ടിയിട്ടാണ്, അത് അയാളെ സേലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മുടെ കോൺസ്റ്റബിളായിട്ടുള്ള അജ്മൽ അമീർ കൂടെ പോവുകയാണ്. അപ്പോൾ അതിനിടയിലുണ്ടാകുന്ന ഇഷ്യൂസുകളും അയാളെ സേലത്തിലേക്ക് ട്രാൻസ്ഫർ ആക്കിയോ ഇല്ലേ, പിന്നെ ബാക്ക് സ്റ്റോറീസ് എന്താണ്, അജ്മൽ അമീറിൻ്റെ ക്യാരക്ടർ, അയാളുടെ പേഴ്സണൽ പ്ലോട്ട് എന്താണ്, ഈ അക്യൂസ്ഡിൻ്റെ പേഴ്സണൽ പ്ലോട്ട് പറയണത് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിലുണ്ടാകുന്ന ഇഷ്യൂസുകളും ഇമോഷണൽ ട്രാക്കും പേഴ്സണൽ അജണ്ടയൊക്കെ ചർച്ച ചെയ്തു പോകുന്ന ഒരു പടമാണ് ഈ ഒരു അക്യൂസ്ഡ് എന്ന് പറയുന്ന പടം. ആൻഡ് വേറെ എടുത്തു പറയാനായിട്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഗൈസ്. പെർഫോമൻസ് ലെവലിൽ അജ്മൽ അമീർ പുള്ളിക്കാരൻ ചാറ്റൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാരെയും പേഴ്സണലി ഉപദ്രവിക്കാത്തത് കൊണ്ട് തന്നെ കുറ്റം പറയണമെന്നൊന്നും മനഃപൂർവ്വം ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ കൊള്ളാം, നല്ല പെർഫോമൻസാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ലെവലിലുള്ള പടം, അല്ലെങ്കിൽ ഭയങ്കര ഒരു സജസ്റ്റബിൾ പടമോ അർത്ത് വാച്ച് പടമോ അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ പടമോ ഒന്നുമല്ല. പിന്നെ വേറെ പടങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു തവണ വേണമെങ്കിൽ കണ്ടിരിക്കാൻ കഴിയും. അത്രമാത്രമേ എനിക്ക് അക്യൂസ്ഡ് എന്ന് പറയുന്ന പടത്തിനെ പറ്റിയിട്ട് പറയാൻ പറ്റും പേഴ്സണലായിട്ട്. അപ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ട് കണ്ടിൽ ചെയ്യുക. അല്ലാതെ കൂടുതൽ എനിക്ക് എന്തൊരു പറയാം, ഒരു ആവറേജ് പടം, ആവറേജിന് താഴെ നിൽക്കുന്നൊരു പടം. ഓക്കെ.